ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഡ്രിങ്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നത്തെ വേനൽച്ചൂടിനകത്ത് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്ന ഇത് കഴിക്കുമ്പോഴാണ്. ഇതിനകത്ത് യാതൊരു കൃത്രിമത്വവും ഇല്ല. നമ്മൾ പാലുറയിച്ച് കിട്ടിയ തൈരാണ്. അതിനി ഒന്ന് അരങ്ങിയെടുക്കണം. പണ്ട് കാലങ്ങളിൽ ഒന്നരാടം എല്ലാ വീട്ടിലെയും ഒരു ജോലിയായിരുന്നു ഇത്, മോരരങ്ങൊക്കെ. ഇന്നിപ്പോൾ അതൊക്കെ ലഘൂകരിച്ചെല്ലാം തൈരൊക്കെ ടിന്നിലെ വാങ്ങിക്കുമായി. പാലുറയിപ്പോൾ ചുരുങ്ങിക്കൊണ്ടേ ഇരിക്കും. ഏതാനും കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അരിങ്ങിയെടുക്കുന്ന മോര് ഉപയോഗിച്ചാൽ കൊഴുപ്പൊക്കെ ഇനി മാറും. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ശുദ്ധമായിട്ടുള്ള മോര് കഴിക്കാം. വെണ്ണയും കിട്ടും, നമുക്ക് നെയ്യെടുക്കാം. ഒരുപാട് പ്രയോജനം ഇതുകൊണ്ടുണ്ടാവും. നമുക്കിതൊന്ന് അരിങ്ങിയെടുക്കാം. ഇത് വർഷങ്ങൾ പഴക്കമുള്ള കടവുകളാണ്. ഇതിനെ മത്തെന്ന് പറയും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല. ചുരുങ്ങിയ പഴയ വീടുകളിലൊക്കെ കാണുമായിരിക്കും. ഇപ്പോൾ ഈ തടി കൊണ്ടുള്ള മത്ത് വളരെ കുറവാണ്. എല്ലാം മിക്സിയിലൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്കിതുകൊണ്ടാണ് ഇന്ന് മോരരിങ്ങിയെടുക്കേണ്ടത്. അരിങ്ങിയാലോ, അരിങ്ങി തീരുന്നിടം വരെയുള്ള വീഡിയോ കാണിച്ചാൽ ഒരുപാട് ലെന്താവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുവാണ്. ഇപ്പം നല്ല നെയ്യൊക്കെ മേളിൽ വെണ്ണ പൊങ്ങി കിടക്കുന്നുണ്ടില്ല. നമ്മളിങ്ങനെയാണ് മത്തിട്ട് താഴെ മുട്ടിക്കാതെ കയ്യിൽ വെള്ളം തൊട്ടിട്ട് രണ്ട് കൈ കൊണ്ടും അരങ്ങും. നല്ലൊരു ശബ്ദമല്ലോ കേൾക്കാൻ തന്നെ. അമ്മമാരൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ ഇങ്ങനെ അരങ്ങുന്ന സമയത്ത് വട്ടം ചെന്നിരിക്കുമായിരുന്നു. എളിഞ്ഞ് വരുന്ന നെയ്യെടുത്ത് നമുക്ക് തരുമ്പോൾ ആ പുളിപ്പോട് കൂടിയ നെയ്യ് വെണ്ണയൊന്ന് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. വായിലോട്ട് ഇടുന്നതും അലിഞ്ഞങ്ങ് പോവല്ലേ, ഫ്രഷായിട്ട് കിട്ടുന്ന വെണ്ണ കഴിക്കാൻ. അപ്പോൾ നമ്മളിത് സംഭാരം കുടിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ വെണ്ണ എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പം വെണ്ണ എടുത്ത് മാറ്റുന്നില്ല, അതോടെ ഇതിനകത്ത് കിടക്കട്ടെ. ഇനി ഇതിന് കുറച്ച് ചേരുവകളുണ്ട് സംഭാരത്തിൽ. കട്ടയായിട്ട് കിടക്കും. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ ഈ വെണ്ണ നമ്മൾ പ്ലാവിലേക്കാണ് പണ്ടൊക്കെ വടിച്ചു മാറ്റുന്നത്. കൈകൊണ്ടായാലും മതി. കൈകൊണ്ടെടുക്കുമ്പോൾ എപ്പോഴും കൈ നനച്ചിട്ട് വേണം വടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിലെല്ലാം. പിന്നെ നമ്മൾ കുറച്ച് വെണ്ണ എടുത്തിട്ട് ഇത് കിട്ടുന്നതനുസരിച്ച് നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. കേടാവത്തില്ല. ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇതിൻ്റെ പുളിപ്പെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കത് ഉരുക്കിയെടുക്കാം. ചുമരിച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ പുളിപ്പെല്ലാം അങ്ങ് പോകും. സംഭാരത്തിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കരിവേപ്പില, പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് 1-2 കൂടെ ഒക്കെ ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. സ്വല്പം ഉപ്പൂടെ നമുക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കാം. അപ്പം ചതച്ചതെല്ലാം നമുക്ക് മോരിലോട്ട്, അരങ്ങി വെച്ചേക്കുന്ന മോരിലോട്ട് ഇടാം. ഇത് ചതക്കിയാകാവോ. നമ്മൾ മോര് കുടിക്കുമ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കുന്നത് നല്ലത്. ഇതെല്ലാം കൂടെ ഒന്ന്, ഇപ്പം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. കണ്ടില്ലേ? ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ മണം കേട്ടിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. ഈ വേനൽച്ചൂടിന് ഏറ്റവും നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പം ഈ സംഭാരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊരു പാത്രത്തിലോട്ട് പാരാം. നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഈ കഷ്ണങ്ങളൊക്കെ ചവച്ച് തിന്നുക. ഇടയ്ക്ക് വരുന്ന വെണ്ണ അലിയിച്ചിറക്കുക. ഉപ്പൊക്കെ പിടിക്കുമ്പോൾ ആ വെണ്ണയ്ക്കൊരു നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് കുടിച്ച് നോക്കിയാലോ. എന്താ ഒരു ഭംഗി അല്ലല്ലേ? ഈ ഭംഗി പോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്കെല്ലാം അത് ആദ്യമേ തന്നെ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോസ് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ.